നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, ഒന്നാണ്. ഇതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. ഒരേ ഒരു ഈശ്വരൻ മാത്രം. എല്ലാം ഈശ്വരനാണ്. സമുദ്രത്തിലും വെള്ളമുണ്ട്, തിരയിലും വെള്ളമുണ്ട്. നാനാതരത്തിലുള്ള തിരമാലകളായും അനന്തവും വിശാലവുമായ സമുദ്രവുമായും കാണപ്പെടുന്നത് വെള്ളം തന്നെയാണ്. ബാഹ്യരൂപങ്ങൾക്ക് മാത്രമാണ് വ്യത്യാസമുള്ളത്. തടിയിൽ കൊത്തിയ കുതിരയുടെയോ ആനയുടെയോ രൂപം കാണുമ്പോൾ ആ മൃഗങ്ങളെ നമ്മൾ ഓർക്കും. അവിടെ രൂപം കാണുമ്പോൾ തടിയെ മറക്കുന്നു. അതുപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ബാഹ്യരൂപങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അങ്ങനെ അന്തർയാമിയായ പരമാത്മാവിനെ അറിയാനും അനുഭവിക്കാനും കഴിയാത്ത വിധത്തിൽ മറന്നുപോകുന്നു. എല്ലാത്തിലും ഈശ്വരാംശമുണ്ട്. ആ ചൈതന്യം എങ്ങും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശവത്തിലും ചൈതന്യമുണ്ടോ എന്ന സംശയം തോന്നിയേക്കാം. ഒരു ബൾബ് ഫ്യൂസായാലും വൈദ്യുതിക്ക് നാശമില്ല. ആ ഉപാധി കേടായതുകൊണ്ട് അതിന് വൈദ്യുതിയെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഇതുപോലെ മൃതശരീരത്തിന് ചൈതന്യത്തിൻ്റെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നല്ലാതെ സർവവ്യാപിയായ ആത്മാവ് അതിൽ മാത്രം ഇല്ലെന്ന് പറയാനാവില്ല. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം. നിർമോഹത്വേ നിശ്ചലിതത്വം നിശ്ചലിതത്വേ ജീവന്മുക്തിഃ. നിർമോഹത്വേ നിശ്ചലിതത്വം നിശ്ചലിതത്വേ ജീവന്മുക്തിഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. സത്സംഗത്തിൽ നിന്നും നിസ്സംഗത്വവും, നിസ്സംഗത്വത്താൽ നിർമോഹത്വവും, നിർമോഹത്വത്താൽ നിശ്ചലിത്വത്വവും, നിശ്ചലിത്വത്താൽ ജീവൻ മുക്തിയും ഉണ്ടാകുന്നു. ഭജഗോവിന്ദത്തിലെ അവസാനമായി ചേർക്കപ്പെട്ട ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർ
गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ ദ്വാദശമഞ്ജരികയും ചർപ്പടമഞ്ജരികയും, ചർപ്പടമഞ്ജരികയ്ക്ക് ചതുർദശമഞ്ജരിക എന്നും പേരുണ്ട്, രണ്ട് ഭാഗങ്ങളാണ്. അതിൽ ദ്വാദശമഞ്ജരികയാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഉപസംഹരിച്ചു ദ്വാദശമഞ്ജരികാമയേഷ ശിഷ്യാണാം കഥിതോഹ്യുപദേശ എന്ന്. ശിഷ്യന്മാർക്ക് ഉപദേശമായിട്ട് 14 ശ്ലോകപുഷ്പങ്ങളടങ്ങിയ ഈ പൂച്ചെണ്ട് രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. എന്നാൽ ഉപസംഹാരം കഴിഞ്ഞ ശേഷം ഒരു ശ്ലോകം കൂടി പ്രസിദ്ധമായ പാഠങ്ങളിലെല്ലാം കാണുന്നുണ്ട്. അതെങ്ങനെ വന്നു എന്നറിയില്ല. ഏതായാലും ശ്ലോകവും പ്രസിദ്ധമാണ്. നോക്കൂ, 15-ാം ശ്ലോകം. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലിതത്വം നിശ്ചലിതത്വേ ജീവൻ മുക്തിഃ. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലിതത്വം നിശ്ചലിതത്വേ ജീവൻ മുക്തിഃ. ഇവിടെ പാഠഭേദമുണ്ട്. നിർമോഹത്വേ നിശ്ചലചിത്തം നിശ്ചലചിത്തേ ജീവൻ മുക്തിഃ എന്ന് പാഠഭേദമുണ്ട്. ഇപ്പോൾ സത്സംഗത്വേ നിസ്സംഗത്വം, സത്സംഗത്വത്തിൽ നിസ്സംഗത്വം ഭവിക്കുന്നു. താത്പര്യം സത്സംഗത്തിൻ്റെ ഭാവമാണ് സത്സംഗത്വം. ത്വം പ്രത്യയം തലു പ്രത്യയം രണ്ടും ഭാവാർത്ഥത്തിലാണ്. ഇപ്പോൾ സത്സംഗത്വം എന്ന് പറഞ്ഞാൽ സത്സംഗത്തിൻ്റെ ഭാവം. സത്സംഗമോ സത്പുരുഷന്മാരുമായുള്ള സജ്ജനങ്ങളുമായുള്ള സംഘം എന്ന് പറയാം. സത്സംഗ ശബ്ദം പല പ്രകാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ സദ്ഭിസംഗ എന്ന് സത്സംഗത്തെ പറയാം. സജ്ജനങ്ങളുമായുള്ള സംഘം എന്നർത്ഥം. സതാസംഗ എന്നും പറയാം, സത്തിനോടുള്ള സംഘം. ഇപ്പം സത്തിനോടുള്ള സംഘം എന്ന് പറഞ്ഞാൽ താൻ പരമാർത്ഥത്തിൽ സത് സ്വരൂപമാണ് എന്ന ആത്മബോധമാണ് സത്സംഗം. അത് ലക്ഷ്യാർത്ഥത്തിലാണല്ലോ. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധസാക്ഷാത്കാരമാണ് ശരിയായ സത്സംഗം. കാരണം സത്തിനോടുള്ള സംഘം, തൻ്റെ അന്യഭാവം ജീവഭാവം മുഴുവൻ നഷ്ടമായി സദ്ഭാവം ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം സത്സംഗത്വത്തിൽ നിസ്സംഗത്വം വരുന്നതാണല്ലോ. അപ്പോൾ സാധനാതലത്തിൽ എടുത്താൽ മതി. അപ്പോൾ സാധനാതലത്തിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? സദ്ഭിസംഗം എന്ന് വരും. സജ്ജനങ്ങളുമായുള്ള സംഘം, ഈശ്വര തത്വത്തെ ചിന്തിക്കുന്ന പ്രതിപാദിക്കുന്ന തല്ലീനന്മാരായിരിക്കുന്ന മഹാന്മാരുമായിട്ടുള്ള സംഘം, ചേർച്ച. മഹാത്മാക്കളെടുത്ത് പോവുക, അവർ പറയുന്നത് കേൾക്കുക, അതൊക്കെ അവർക്ക് വേണ്ട സേവകൾ ചെയ്യുക. അങ്ങനെ സത്സംഗം നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ അത് നിസ്സംഗത്തിന് കാരണമാകും. മറ്റ് വിഷയങ്ങളുമായുള്ള സംഘം താനേ ഒഴിഞ്ഞു പോകും, നിസ്സംഗത വരും. നിസ്സംഗത വന്നാലോ നിസ്സംഗത്വേ നിർമോഹത്വം. നിസ്സംഗത വന്നാൽ നിർമോഹത്വം, മോഹമകലും. മോഹം എന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേത്, വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് ഒന്നും തിരിച്ചറിയായ്മയാണ്. തിരിച്ചറിവില്ലായ്മയാണ് മോഹം. മോഹമാണ് നമ്മെ എല്ലാ പതനങ്ങളിലും അകപ്പെടുത്തുന്നത്. തിരിച്ചറിവില്ലായ്മ. ആ തിരിച്ചറിവില്ലായ്മ നീങ്ങും,
ശരിയായ ബോധം തെളിയും. അപ്പം നിസ്സംഗത നമുക്ക് വന്നാൽ നിർമോഹത്വം, മോഹമകലും. മോഹമകന്നാലോ നിർമോഹത്വേ നിശ്ചലിതത്വം, നിശ്ചലിത ഭാവം വരും. ഇളക്കമില്ലാത്ത ഭാവം, ഉറച്ച ഭാവം, തത്വത്തിൽ ഉറച്ച ഭാവം. ചാഞ്ചല്യമെല്ലാം പോകും. അത് വേണോ ഇത് വേണോ എന്നുള്ള വിവിധ വിഷയങ്ങളിലേക്ക് നെട്ടോട്ടമോടുന്ന അവസ്ഥ മാറി സ്ഥിരീഭൂതമായി തീരും. അതാണ് തത്വത്തിൽ ഉറയ്ക്കും. അങ്ങനെ തത്വത്തിൽ ഉറച്ച സ്ഥിതി വന്നാലോ പറയാണ് നിശ്ചലിതത്വേ ജീവൻ മുക്തി. നിശ്ചലിതത്വം വന്നാൽ, തത്വത്തിൽ ഉറച്ചാൽ, നൈശ്ചല്യം വന്നാൽ അത് ജീവൻ മുക്തിയിലേക്ക് നയിക്കും. ജീവിച്ചിരിക്കെ തന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന അവസ്ഥയാണ് ജീവൻ മുക്തി. വേദാന്തം പറയുന്ന പരമമായ മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ്, മരിച്ച ശേഷമല്ല. മരിച്ച ശേഷമുള്ളത് ആർക്കനുഭവിക്കാൻ കഴിയും? ആർക്ക് ഓർമ്മിക്കാൻ കഴിയും? ആർക്ക് ഉപദേശിക്കാൻ കഴിയും? അപ്പോൾ വേദാന്തം ഉപദേശിക്കുന്ന പരമമായ മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ്. അത് ജീവൻ മുക്തിയാണ്. അപ്പോൾ നിശ്ചലിതത്വേ ചിത്തം തത്വത്തിൽ ഉറച്ചാൽ അത് ജീവൻ മുക്തി ഫലമാണ്. ഇവിടെ പാഠഭേദം നിർമോഹത്വേ നിശ്ചല ചിത്തം. മോഹമകന്നാൽ ചിത്തം നിശ്ചലമാകും. പല വൃത്തികളായി മനസ്സ് പിരിഞ്ഞു പോകില്ല, ഒരു തത്വത്തിൽ ഉറയ്ക്കും. അപ്പം നിശ്ചലിതത്വം എന്നുള്ളതിൻ്റെ അതേ അർത്ഥമാണ് നിശ്ചല ചിത്തം. അങ്ങനെ നിശ്ചല ചിത്തം കൈവന്നാലോ അത് ജീവൻ മുക്തിയാണ്. കാരണം മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയാറുണ്ട്. ഉപനിഷത്ത് പറയും മനുഷ്യന്മാർക്ക് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സ് തന്നെയാണ്. ബന്ധായ വിഷയാസക്തം മുക്തിയൈ നിർവിഷയം സ്മൃതം. വിഷയാസക്തമായ മനസ്സ് അതത് വിഷയങ്ങളോട് നമ്മളെ ബന്ധിക്കുന്നു. അതുകൊണ്ട് വിഷയാസക്തമായ മനസ്സ് ബന്ധത്തിനായിക്കൊണ്ട് ഉപകരിക്കുന്നു. ബന്ധായ. എന്നാൽ മുക്തിക്കായിക്കൊണ്ട് നിർവിഷയമായ മനസ്സ്. അപ്പോൾ മനസ്സ് വിവിധ വിഷയങ്ങളോടൊട്ടലില്ലാതെ തത്വത്തിൽ ഉറച്ചിരുന്നാൽ അതാണ് നിശ്ചല ചിത്തം, അല്ലെങ്കിൽ നിശ്ചലിതത്വം. രണ്ടും ഒരേ അർത്ഥം തന്നെ. ഈ നിശ്ചലിതത്വത്തിൽ അവൻ ജീവൻ മുക്തനാകുന്നു. കേവലമായ തത്വത്തിൽ ഉറച്ചിരിക്കുന്ന, പലതിൻ്റെ പിന്നാലെ ഭ്രമിക്കാതെ തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥ കൈവരുന്നു. ഇതാണ് വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്ന പരമാവധി. അപ്പോൾ ഇവിടെ ഭജഗോവിന്ദം എന്ന് ഉപദേശിച്ചുകൊണ്ട് ആരംഭിച്ച കൃതി ജീവൻ മുക്തി എന്നുള്ളതിൽ അവസാനിക്കുകയാണ്. അപ്പോൾ ഭജഗോവിന്ദം എന്നുള്ള ഗോവിന്ദനെ ഭജിക്കൂ എന്നുള്ള ആഹ്വാനം പരമമായ ജീവൻ മുക്തി ഫലത്തിൽ എത്തിച്ച് അവിടെ ഉപസംഹൃതമാകുന്നു. ഇങ്ങനെയാണ് മോഹമുദ്ഗരത്തിൻ്റെ ആദ്യ ഭാഗമായ ഈ ദ്വാദശ മഞ്ജരിക എന്നുള്ള ഭാഗം. തുടർന്ന് ചതുർദശ മഞ്ജരികയാണ്, അഥവാ ചർപ്പട മഞ്ജരികയാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവിടെ സൂചിപ്പിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ അരികിൽ ചെന്ന ദുർവാസാവ് മഹർഷിയോട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നീ ഇനി അംബരീഷൻ്റെ അരികിൽ ചെന്ന് ക്ഷമായാചനം നടത്തിയെങ്കിൽ മാത്രമേ സുദർശനത്തിൻ്റെ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കാതിരിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ തിരിച്ച് അംബരീഷൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ദുർവാസാവ് മഹർഷി, അംബരീഷന് ദുർവാസാവ് ചെന്ന് കാലിൽ ഈ പിടിച്ച് യാചിക്കുന്ന, തൻ്റെ അരികിൽ വന്നിട്ട് കാലിൽ പിടിച്ച് യാചിക്കാൻ വരുന്ന ദുർവാസാവിനെ കണ്ടിട്ട് അത് നിഷേധിച്ചുകൊണ്ട് അംബരീഷൻ എന്ത് ചെയ്തു? അതാണ് ഭക്തൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഭക്തനായ അംബരീഷൻ സുദർശന ചക്രത്തെ സ്തുതിക്കുകയാണ് ചെയ്തത്. എന്താണ് ആ സ്തുതി എന്ന് നോക്കാം. സുദർശന നമസ്തുഭ്യം സഹസ്രാരാച്യുതപ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തിഭൂയ ഇടസ്പതേ.
സുദർശന, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. സുദർശന ചക്രത്തെ സ്തുതിക്കുന്ന ഈ സ്തുതി എല്ലാവരും ചൊല്ലേണ്ടതാണ്, അത്യന്തം ഭക്തിപൂർവ്വം ചൊല്ലേണ്ടതാണ്. സഹസ്രം ആരങ്ങളോടുകൂടിയ ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയമായ സർവ എതിർശസ്ത്രങ്ങളെയും സംഹരിപ്പാൻ യോഗ്യതയുള്ള അല്ലെങ്കിൽ അതിന് കഴിവുള്ള ഭൂമിപതേ, ഭൂമിയുടെ പതിയായ നാഥനായ നിന്തിരുവടിക്കായിക്കൊണ്ട് അടിയൻ്റെ നമസ്കാരം. സുദർശന ചക്രത്തിന് നമസ്കാരം പറയാണ്. ബ്രാഹ്മണന്, അതായത് ദുർവാസാവ് മഹർഷിക്ക് സ്വസ്തിയെ പ്രദാനം ചെയ്താലും, സ്വസ്തിയെ പ്രദാനം ചെയ്യാൻ അവിടുന്ന് കഴിഞ്ഞാലും, ത്വം ധർമ്മസ്ത്വമൃതം സത്യം ത്വം യജ്ഞോ അഖിലയജ്ഞഭുക് ത്വം ലോകപാല സർവാത്മാ ത്വം തേജ പൗരുഷം പരം. അല്ലയോ സുദർശനചക്രമേ, നീ എന്താണ്? ധർമ്മസ്വരൂപനാണ്. പിന്നെന്താണ്? സത്യസ്വരൂപനും ഋതസ്വരൂപനുമാണ്. യജ്ഞസ്വരൂപനും സമസ്ത യാഗത്തിൻ്റെ ഫലത്തെ നൽകാൻ യോഗ്യനുള്ളവനും നൽകുന്നവനുമാണ്. സർവേശ്വര സ്വരൂപനും ലോകപാലസ്വരൂപനും പിന്നെന്താണ്? സർവാത്മസ്വരൂപനും തേജസ്വരൂപനും മഹാപുരുഷനുമായിരിക്കുന്ന ഈശ്വരൻ്റെ പരമാർത്ഥ സ്വരൂപനുമായിരിക്കുന്ന അല്ലയോ സുദർശനചക്രമേ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുദർശനത്തെ സ്തുതിക്കുന്ന സ്തുതിയാണ്. ഈ സ്തുതിയെ വീണ്ടും വണ്ണം പഠിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഉത്തമമായ ഫലത്തെ ലഭിക്കുന്നതാണ്. ഒരു ശത്രുദോഷവും നമ്മളിൽ വന്നു ചേരില്ല എന്ന് ഈ സുദർശന സ്തുതിയിലൂടെ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. നമസ്സുനാഭാഗില ധർമ്മസേതവേ ഹി അധർമ്മശീലാസുര ധൂമകേതവേ ത്രൈലോക്യഗോപായ വിശുദ്ധവർ വർച്ചസേ മനോജവായാത്ഭുതകർമ്മണേ ഗൃണേ. സുനാഭ, അങ്ങയ്ക്ക് നമസ്കാരം. എന്നിട്ട് പറയുകയാണ്, സകല കർമ്മങ്ങളുടെയും കാരണീഭൂതനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ നിന്നാണ്. കാര്യം എന്താ? ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മദേവൻ്റെ ഉൽപ്പത്തി. ആ ബ്രഹ്മദേവനാണ് ഇവിടെ സർവകർമ്മങ്ങളും സൃഷ്ടിക്കാൻ ഭഗവാൻ പ്രേരിപ്പിച്ചതും. അതുകൊണ്ട് സർവകർമ്മങ്ങൾക്കും അങ്ങയ്ക്ക് അവധിഭൂതനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അസുരന്മാരുടെ ഒരു സ്വഭാവമാണ് അധർമ്മസ്വരൂപം. അധർമ്മമാണ് അവരുടെ സ്വഭാവം തന്നെ. അങ്ങനെ അസുരന്മാരുടെ അധർമ്മമായിരിക്കുന്ന സ്വഭാവത്തെ നശിപ്പിക്കുന്ന അഗ്നിസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ സ്തുതി ചൊല്ലുമ്പം, ഈ സ്തുതി ഉച്ചത്തിൽ ചൊല്ലണമെന്നാണ് പറയുന്നത്. ആ സ്തുതി ചൊല്ലുമ്പോൾ ആർക്കെങ്കിലും അസുര സ്വഭാവം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ സുദർശനം എന്ന് പറയുന്ന അഗ്നിസ്വരൂപം അതിനെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നശിപ്പിക്കുന്ന അഗ്നി. പിന്നെന്താ പറയുന്നത്? ത്രൈലോക്യ ഗോപ്യമായ വിശുദ്ധ വർച്ചസ്, വിശുദ്ധ ചൈതന്യമാണ് ആര്? ഇത്. അഗ്നിസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 ലോകങ്ങളും. 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്ന മതിയായ തേജസ്സാകുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്നതാണ് സുദർശന ചക്രം. അതുകൊണ്ട് ആ തേജസ്സിനായിക്കൊണ്ട് നിരന്തരം നമസ്കാരം അർപ്പിക്കണം. മനസ്സിൻ്റെ വേഗത പോലെ വേഗത്തോടു കൂടിയതാണ് സുദർശനം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും വേഗതയിൽ സുദർശന ചക്രവും വേഗത്തിൽ സഞ്ചരിച്ചിരിക്കും. അങ്ങനെ വേഗത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ സുദർശന ചക്രമേ, അവിടുത്തേക്കായിക്കൊണ്ട് അടിയൻ്റെ നമസ്കാരം. അത്യാശ്ചര്യകരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ നടത്തുന്ന സുദർശന ചക്രമേ, ആശ്ചര്യവത്തോടു കൂടിയിരിക്കുന്നതാണ് അവിടുത്തെ സ്വഭാവം. ആ ആശ്ചര്യത്തോടു കൂടിയിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് അടിയൻ്റെ ഭക്തിയുടെ സ്വരൂപമായിരിക്കുന്ന ആരാണ്? അംബരീഷൻ എന്ന് പറയുന്ന എൻ്റെ നമസ്കാരം. കണ്ടോ? സ്തുതി പറഞ്ഞിടും എങ്കിലേ അതെല്ലാം ശാന്തമാക്കി തീർക്കുന്ന പ്രക്രിയ ഉണ്ടതിനകത്തെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുദർശന ചക്രത്തെ ശാന്തമാക്കി, അഗ്നിയെ ശാന്തമാക്കി, അംബരീഷനെ ദുർവാസാവിനെ ദഹിപ്പിക്കാതിരിക്കാൻ അംബരീഷൻ്റെ സ്തുതിക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം ഭാഗവതം പഠിക്കുന്നതുകൊണ്ട് ഈ സ്തുതി ഇനിയുമുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഭക്തി ശ്രദ്ധയോടുകൂടി ചൊല്ലണമെന്ന് പറയുകയാണ്. ഭക്തിയാണ് ഇതിൽ പ്രധാനം. ശ്രദ്ധ അതിനോടൊപ്പം തന്നെ വേണം. ഒപ്പം ശുദ്ധമായ
മനസ്സും വേണം. മനസ്സ് ശുദ്ധമാക്കണം, ഭക്തി ഉണ്ടായിരിക്കണം, ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं बिबरे रामरसं रसने बिबरे रामरसं रघुनंदन वंदनमु रघुनंदन सेतुबंदन भक्त चंदन राम वंदनमु रघुनंदन सेतुबंदन भक्त चंदन राम वंदनमु रघुनंदन